ഷാക്കിർ ഒരു മിനിറ്റ്, ജാമ്യ ടീച്ചർ സംസാരിച്ചില്ല. ടീച്ചറെ നോക്കൂ, ഇതിപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഇതൊക്കെ പാടെ അവഗണിക്കുകയാണ്. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത്? ഇപ്പോഴും അവർക്ക് ഈ കാന്തപുരത്തെ പോലുള്ള പണ്ഡിത പറയുന്നത് അതിനോട് പ്രതികരിക്കാനൊക്കെ ഇപ്പോഴും ഭയമാണല്ലോ. ആ ഉൾഭയം എന്ന് മാറും? അത് ഒരു പരിധി വരെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ പ്രസ്താവനയെ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എതിർത്ത് മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണ്. കഴിഞ്ഞ ദിവസം 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പൈലറ്റായി മലപ്പുറത്ത്. ആ പെൺകുട്ടി തീർച്ചയായിട്ടും ഇതിനെ എതിർക്കാതിരിക്കുമ്പോൾ നമ്മളിപ്പോ ഷാക്കിർ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നാ. നമുക്ക് ആധുനിക ജനാധിപത്യ മൂല്യബോധമുള്ളത് കൊണ്ട്, നമ്മൾ ലിംഗനീതി എന്താണ് എന്ന് വർത്തമാനകാല സമൂഹത്തില് മനുഷ്യരെ മുന്നോട്ട് നയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കുന്നത് കൊണ്ട്, ഇവിടെ സ്ത്രീകൾക്ക് മതശാസനയുടെ പേരില് ആ രൂപത്തിൽ ഒരു വിലക്ക് ഇവരുണ്ടാക്കുകയാണെങ്കിൽ, മതത്തിന്റെ പേരിൽ ഒരു തൊട്ടുകൂടായ്മ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, മനുഷ്യരുടെ തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും മാനസിക വളർച്ചയുള്ള യുക്തിബോധമുള്ള ആളുകൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മതശാസ്ത്രയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. CPM ഏതെങ്കിലും മതവിധി ഉണ്ടോ? ലേഡീസിനെ സെക്രട്ടറി ആക്കാൻ പാടില്ല, പ്രസിഡന്റ് ആക്കാൻ പാടില്ല എന്ന് അവര് മാത്യു സർ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളിത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരും ജീവിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിലാണ്. പക്ഷേ പുരുഷ മേധാവിത്വം ആഴത്തിൽ പതിഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ. അതിലെ സെമിറ്റിക് മതങ്ങളും ഒക്കെ ഇതിനകത്ത് വലിയ രൂപത്തിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇവിടെ മതത്തിന്റെ പേരില് മതത്തെ ചാരി മനുഷ്യരിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തി ഒരു സ്ത്രീ വിരുദ്ധതയും ഭിന്ന ലിംഗ വിരുദ്ധതയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. കാലങ്ങൾ മാറിപ്പോയി, ചിത്രങ്ങൾ മാറിപ്പോയി. സ്ത്രീകൾ അക്ഷരം പഠിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യർ ഒരുപാട് പുരോഗമിച്ചു. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, സ്ത്രീകളെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കരുത്. വലാ തുസ്തിനൂഹുന്നൽ ഖുസൂറ, വാർക്ക വീടുകളിൽ അവരെ നിങ്ങൾ താമസിപ്പിക്കരുത്. കാരണം മുകളിൽ നിന്ന് എത്തി നോക്കിയാൽ താഴെ നിന്ന് പുരുഷൻ കാണും, അവളെ അടിച്ചുകൊണ്ട് പോകും. അല്ലിമൂഹുന്നൽ ഖയാത്വത, അവളെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ച് പേറിയന്ത്രമാക്കി വീട്ടിലിരുത്തിയാൽ മതി എന്ന കാലഘട്ടം കഴിഞ്ഞുപോയി. ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ പാടില്ല, ശവം കുത്തിക്കീറുന്ന പഠനത്തിന് നമ്മൾ മക്കളെ വിടാൻ പാടില്ല. അതൊന്നും ഈ നാട്ടിൽ നടക്കില്ല. ഇത് പറഞ്ഞ് ദുർബലരായ ഒരു വിഭാഗം മത സ്ത്രീകളെ ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കും. സ്ത്രീയുടെ പൊതുജീവിതം മതത്തെ ചാരിയിട്ടല്ല. ഈ മതത്തെ ചാരി അവരുടെ ഭരണഘടനാ മൂല്യങ്ങളെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്ന അനുച്ഛേദം 14, 15, 19, 21 ഒക്കെ ചേർത്ത് വെച്ച് മനുഷ്യർക്ക് അന്തസ്സാർന്ന ജീവിതം ഉറപ്പാക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ പൊരുതും. മുസ്ലിം സ്ത്രീയുടെ പൊതുജീവിതത്തെ സംബന്ധിക്കുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന, വ്യക്തിത്വ വികാസത്തെ സംബന്ധിക്കുന്ന ഏതു വിഷയത്തെ സംബന്ധിച്ച് ഏത് കൊടികെട്ടിയ പണ്ഡിതൻ ഇത്തരം താലിബാൻ അഭിപ്രായം പറഞ്ഞാലും ശരി, അതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുക തന്നെ ചെയ്യും. അതിനിപ്പോ നിങ്ങൾ ആരാണ്? നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിനകത്തിരുന്നിട്ടല്ല, അടുക്കളയ്ക്കകത്തിരുന്നിട്ടല്ല പറയുന്നത്. അദ്ദേഹം ഒരു പൊതുസമൂഹത്തോടാ പറയുന്നത്. ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു AP-ക്കാർ മാത്രം ഇത് കേട്ടാ മതിയെന്ന്. അല്ല, അദ്ദേഹത്തോട് ഉറൂസ് നിർത്തലാക്കാൻ പറ. AP-യും EP-യും EKയും AP-യും ഒക്കെ മത്സരിച്ച് നടത്തുന്നുണ്ട് ഉറൂസ്. CM മടവൂരിന്റെ പേരില് 75% അവിടെ വരുന്ന സ്ത്രീകളാണ്. ഒന്ന് പറ. ഹജ്ജിനും ഉംറയ്ക്കും കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പോകുന്നത്. അവരവിടെ നിന്ന് പറ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മർക്കസിന്റെ സ്കൂളുകളില് അധ്യാപികമാര് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കാൻ പറ, അധ്യാപകന്മാർ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ. ആദ്യം സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരാതെ അതെന്നിട്ട് പൊതുസമൂഹത്തോട് പറയാ ഈ മതം ആർക്കുള്ളതാ, ചികിത്സ പാടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഇദ്ദേഹം എവിടെ പോയിട്ടാ ചികിത്സിക്കുന്നത്? അപ്പൊ സ്വന്തം ജീവിതത്തിൽ എല്ലാ മതനിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകളുടെ പേരില് ഇത്തരം ഗോത്ര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും.